Acuplus Interior and Electronics. ഒറ്റപ്പാലം NSS കോളേജിൽ 3.5 മണിക്കൂറോളം അധ്യാപകരെ തടഞ്ഞുവെച്ച് KSU പ്രതിഷേധം. 14 അധ്യാപകരും സൂപ്രണ്ടുമാണ് പ്രിൻസിപ്പലുടെ ഓഫീസിൽ കുരുങ്ങിയത്. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തെ ചൊല്ലി KSUവിൻ്റെയും SFIയുടെയും പരാതികളിൽ സമാനമായ നടപടി അംഗീകരിക്കാനാകില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. KSU പ്രവർത്തകയെ ആക്രമിച്ചെന്ന പരാതിയിൽ 7 SFI പ്രവർത്തകരെയും KSU പ്രവർത്തകർ ആക്രമിച്ചെന്ന SFI പ്രവർത്തകന്റെ പരാതിയിൽ 4 KSU പ്രവർത്തകരെയും സസ്പെൻഡ് ചെയ്യാനുള്ള സ്റ്റാഫ് കൗൺസിൽ തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഉപരോധം. SFIയുടെ പരാതി സത്യസന്ധമല്ലെന്നും ഇരു പരാതികളിലും ഒരേ നടപടിയെടുക്കാനുള്ള തീരുമാനം അംഗീകരിക്കാനാകില്ലെന്നുമായിരുന്നു KSU നിലപാട്. മുൻ ചെയർപേഴ്സണായിട്ടുള്ള ആതിരയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിന്ന് രാവിലെ 10 മണിക്ക് ക്യാമ്പസിനകത്ത് പ്രിൻസിപ്പളെ പോയി കാണുകയും ഈ പരാതി എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആളൊന്നും തുറന്നു വായിക്കാൻ പോലുള്ള മനോഭാവം കാട്ടിയില്ല. കാരണം അവരെടുത്ത തീരുമാനം ഏകദേശം KSUക്കാർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ തീരുമാനം. അതിനുശേഷമാണ് ആക്രമിക്കപ്പെട്ട പെൺകുട്ടി കൊടുത്ത നടപടി എടുക്കുന്നത്. ഇപ്പോൾ ഒരു തുല്യ നീതിയെങ്കിലും ആ കാര്യത്തിൽ അവർ കാണിക്കണ്ടേ? ഇത് കാണിച്ചില്ലെന്ന് മാത്രമല്ല, ഇതിനകത്ത് കാണിച്ചത് വ്യക്തമായ രാഷ്ട്രീയമാണ്. ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഒരു പ്രിൻസിപ്പൽക്കകത്തു നിന്നും ഇതിനേക്കാൾ കൂടുതൽ ന്യായമായ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ കൂടെ ഒരു പെൺകുട്ടി ഈ ക്യാമ്പസിനകത്ത് ആക്രമിക്കപ്പെട്ട ആ പെൺകുട്ടി ക്യാമ്പസിൽ പ്രിൻസിപ്പൾക്ക് ഒരു പരാതി കൊടുത്താൽ ഇത്രയും നടപടി ഉണ്ടാകൂ എന്ന് ക്യാമ്പസിനെ മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കുകയാണെന്ന് പ്രിൻസിപ്പൾ ചെയ്തു. അതേസമയം സംഘർഷവുമായി ബന്ധപ്പെട്ട് ലഭിച്ച 2 പരാതികളിലും നടപടിയെടുക്കാതിരിക്കാനാകില്ലെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. രാവിലെ 11:30 സ്റ്റാഫ് കൗൺസിൽ തീരുമാനം പ്രഖ്യാപിച്ചതു മുതൽ ഉച്ചകഴിഞ്ഞ് 3:45 വരെ തന്നെയും അധ്യാപകരെയും ഓഫീസ് മുറിയിൽ പൂട്ടിയിട്ടെന്നും പ്രിൻസിപ്പൽ ആരോപിച്ചു. ഇന്നലെ കോളേജിൽ ഒരു സംഘർഷം ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 പരാതികൾ കിട്ടിയിരുന്നു. അപ്പോൾ പരാതികൾ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് കൗൺസിൽ വിളിച്ചു. ആ കൗൺസിൽ വിളിച്ച് ഞങ്ങൾ തീരുമാനം ഏകദേശം അറിയിച്ചു. 12 മണിയോടെ അറിയിച്ചു. അപ്പോൾ അതിലവർ തൃപ്തരല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ അടച്ചിടുകയായിരുന്നു ഉണ്ടായത്. പിന്നെ അവസാനം ഇപ്പോൾ 4 മണിയായതോടെ പോലീസ് വന്ന് പോലീസിൻ്റെ സഹായത്തോടാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്. 11 പേരെ 2 പരാതികളിലായി 11 പേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനെ അന്വേഷിക്കാനായിട്ടൊരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബാക്കി നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ഉച്ചകഴിഞ്ഞ് 3:45 പോലീസ് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ട ശേഷമാണ് അധ്യാപകർ പുറത്തിറങ്ങിയത്. അതേസമയം ഓഫീസ് മുറിയിൽ പൂട്ടിയിട്ടെന്ന വാദം KSU പ്രവർത്തകർ നിഷേധിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.